2023 കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു ദിവസത്തെ സംസ്ഥാന സന്ദർശനത്തിനായി അന്നത്തെ ബി.ജെ.പി. സർക്കാർ ചിലവാക്കിയത് 33 കോടി രൂപയെന്ന് വെളിപ്പെടുത്തൽ. വിവരാവകാശ പ്രവർത്തകനായ മഞ്ജുനാഥ് ഹിറൌചൌത്തിക്ക് ലഭിച്ച ഔദ്യോഗിക രേഖകളിലാണ് നികുതി പണം ഇത്തരത്തിൽ ദൂർത്തടിച്ചതിന്റെ കൃത്യമായ കണക്കുകളുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് കൃത്യം 3 മാസം മുൻപായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും വിപുലമായ റോഡ് ഷോകളും വഴി വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായിരുന്നു ഇതെന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന കണക്കുകൾ ആ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ്. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ഷിമോഗ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഖജനാവിന് ഏറ്റവും വലിയ ബാധ്യതയുണ്ടാക്കിയത്. ഈ ഒരൊറ്റ ചടങ്ങിന്റെ സംഘാടനത്തിനായി മാത്രം 18.81 കോടി രൂപയാണ് സർക്കാർ ചിലവിട്ടത്. വികസന പദ്ധതികളുടെ പ്രഖ്യാപനം എന്നതിലുപരി ഒരു രാഷ്ട്രീയ ശക്തി പ്രകടനമായി പരിപാടി മാറിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ ആളുകളെ എത്തിക്കുന്നതിനായി വലിയ തുക മാറ്റിവെച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളെ കൊണ്ടുവരാൻ മാത്രം 4.11 കോടി രൂപ ചിലവഴിച്ചു. സാധാരണ ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ പോലും തടസ്സപ്പെടുത്തിയാണ് സർക്കാർ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചത്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 1800ഓളം ബസ്സുകളാണ് ആളുകളെ സമ്മേളന നഗരിയിൽ എത്തിക്കാൻ നിയോഗിച്ചത്. പൊതുഗതാഗതത്തിന് ഉപയോഗിക്കേണ്ട ബസ്സുകൾ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പരിപാടിക്കായി വഴിതിരിച്ചുവിട്ടത് അക്കാലത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായാൽ പോലും പരിപാടി തടസ്സപ്പെടാതിരിക്കാൻ വാട്ടർ പ്രൂഫ് ജർമ്മൻ പന്തലുകളാണ് ഒരുക്കിയത്. പന്തൽ നിർമ്മാണം, പ്രധാന വേദി, VIP-കൾക്കുള്ള ഗ്രീൻ റൂം, പ്രസന്റേഷൻ സ്റ്റോളുകൾ, അലങ്കാര പണികൾ എന്നിവയ്ക്കായി 1.8 കോടി രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകിയത്. ഷിമോഗയിലെ പരിപാടികൾക്ക് ശേഷം മോദി പ്രത്യേക വിമാനത്തിൽ ബെലഗാവിയിലേക്ക് തിരിച്ചു. അവിടെയും വലിയ രീതിയിലുള്ള സന്നാഹങ്ങളാണ് പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിരുന്നത്. ഓരോ മിനിറ്റിലും ലക്ഷങ്ങൾ ചിലവിടുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ. ബെലഗാവി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ നടക്കുന്ന വേദിയിലേക്ക് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് ദൂരമുണ്ടായിരുന്നത്. എന്നിട്ടും പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്തത്. ഈ യാത്രയുടെ കൃത്യമായ ബില്ലുകൾ ലഭ്യമല്ലെങ്കിലും ഇതിനായുള്ള മുൻകൂർ അനുമതി രേഖകളിൽ വ്യക്തമാണ്. ബെലഗാവിയിലെ ക്രമീകരണങ്ങൾക്കായി പൊതുമരാമത്ത് വകുപ്പിന് 14.35 കോടി രൂപ ചിലവാക്കാൻ അന്നത്തെ സർക്കാർ പ്രത്യേക അനുമതി നൽകിയിരുന്നു. റോഡുകളുടെ അറ്റകുറ്റപ്പണികളും സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ബെലഗാവിയിലെ റോഡ് ഷോയ്ക്കും പൊതുസമ്മേളനത്തിനും ആളുകളെ എത്തിക്കാൻ മാത്രം 2.5 കോടി രൂപ അധികമായി അനുവദിച്ചു. ഇത് പൂർണ്ണമായും സർക്കാർ ഖജനാവിൽ നിന്നുള്ള പണമായിരുന്നു എന്നതാണ് ഗൗരവകരമായ കാര്യം. വിവരാവകാശ പ്രവർത്തകനായ മഞ്ജുനാഥ് 3 വർഷം മുമ്പാണ് ഈ വിവരങ്ങൾക്കായി അപേക്ഷ നൽകിയത്. എന്നാൽ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ കൈമാറാൻ വിമുഖത കാണിച്ചു. ഒടുവിൽ ഈ വർഷം ജനുവരിയിലാണ് ഞെട്ടിക്കുന്ന ഈ കണക്കുകൾ അദ്ദേഹത്തിന് ലഭിച്ചത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും അതിനായി കോടികൾ ദൂർത്തടിക്കുന്നതും ജനാധിപത്യപരമായ കീഴ്വഴക്കമല്ലെന്ന് മഞ്ജുനാഥ് ഹിറേചൌത്തി പ്രതികരിച്ചു. ഇതിനെതിരെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ചിലവഴിക്കേണ്ട തുക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ധാർമ്മികമായി തെറ്റാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ പോലും ആവശ്യമാണെന്ന് സാമൂഹിക പ്രവർത്തകർ കരുതുന്നു. വിവരാവകാശ രേഖകൾ പുറത്തുവന്ന സമയത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന CC പാട്ടീൽ പറഞ്ഞത് പരിശോധിച്ച് മറുപടി നൽകാമെന്നായിരുന്നു. പ്രധാനമന്ത്രി വരുമ്പോൾ ചെലവ് ചുരുക്കുക എന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണെന്ന ന്യായീകരണമാണ് അദ്ദേഹം ഉയർത്തിയത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പണം ചെലവാക്കുന്നതിനെ ആരും എതിർക്കുന്നില്ല. എന്നാൽ ആഡംബര പന്തലുകൾക്കും ജനങ്ങളെ വാടകയ്ക്കെടുത്ത് എത്തിക്കുന്നതിനും എന്തിനാണ് ഇത്രയും വലിയ തുക സർക്കാർ നൽകുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ കണക്കുകൾ പുറത്തു വന്നതോടെ BJP സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. 40% കമ്മീഷൻ സർക്കാർ എന്ന ആരോപണത്തിന് ഈ ദൂർത്ത് അടിവരയിടുന്നു എന്നതാണ് കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഉദ്ഘാടന ചടങ്ങുകൾ എന്ന പേരിൽ നടക്കുന്നത് പലപ്പോഴും രാഷ്ട്രീയ പ്രചാരണങ്ങളാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ പ്രധാനമന്ത്രി തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുന്നതും പതിവാണെന്ന് വിമർശനമുയരുന്നു. കിലോമീറ്ററുകൾ നീണ്ട റോഡ് ഷോകൾക്കായി റോഡുകൾ പെയിന്റ് ചെയ്യുന്നതും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതും താൽക്കാലികമാണ്. പരിപാടി കഴിഞ്ഞാൽ ഇവ നശിപ്പിക്കപ്പെടുന്നു. അതായത് ലക്ഷങ്ങൾ മിനിറ്റുകൾ കൊണ്ട് പാഴാകുന്നു. VVIP സന്ദർശനങ്ങളുടെ പേരിൽ നടക്കുന്ന ഇത്തരം ദൂർത്തുകൾക്ക് കടിഞ്ഞാണിടാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ പരിധി നിശ്ചയിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഔദ്യോഗിക സന്ദർശനവും രാഷ്ട്രീയ പ്രചാരണവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാകുന്നത് അപകടകരമാണ്. സാധാരണക്കാരൻ നികുതിയായി നൽകുന്ന ഓരോ രൂപയും വിവേകത്തോടെ ചെലവഴിക്കാൻ ബാധ്യസ്ഥരായ ഭരണാധികാരികൾ തന്നെ അത് ദൂർത്തടി ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കർണാടകയിലെ ഈ 33 കോടിയുടെ കണക്ക് വെറും തുടക്കം മാത്രമായിരിക്കും.